മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളുമായി ഇതര ഭാഷക്കാരടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായി ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പൊങ്കാല സമർപ്പണം നടന്നത്. മഹാനഗരത്തിലെ മൈതാനങ്ങളെ യാഗശാലയാക്കി ആയിരങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. അലിവോടെ കരുണയോടെ ആറ്റുകാലമ്മ പൊൻപ്രഭയും പുഞ്ചിരിയും തൂകിടുന്നു. മന്ദാലിനൻ പാട്ടുപാടും കോവിൽ തേടി നദികളായി ഒഴുകിടുന്നു. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി നടന്ന പൊങ്കാല മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പ്രത്യാശയുടെയും ഐശ്വര്യത്തിന്റെയും പൊങ്കാലയ്ക്ക് തിരിതെളിയിച്ചത്. ബോംബെ കറങ്ങാനായിട്ട് വന്നതാണ്, ആകെ 10 ദിവസത്തേക്ക് വന്നതാണ്. ആറ്റുകാലിൽ പോയി പൊങ്കാല ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഇവിടുത്തെ മലയാളികളെ ഭയങ്കരമായിട്ട് സമ്മതിക്കുന്നു. ഹോളിയുടെ വർണ്ണങ്ങളിൽ വനിതകളുടെ ആഘോഷമായ പൊങ്കാലയിൽ തെളിഞ്ഞ ഭക്തിജ്വാല മഹാനഗരത്തിന്റെ ആകാശരേഖയിൽ അണയാത്ത പ്രകാശമായി മാറി. ഇക്കുറി പൊങ്കാല മഹോത്സവത്തിൽ അഭൂതപൂർവമായ ഭക്തത്തിന്റെ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആറ്റുകാല പോയിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് 16 വർഷം ദേവിയുടെ പൊങ്കാല ഇവിടെ ഇടുന്നു. 50 നവരെ പാർക്കിൽ നടന്ന 16ാമത് പൊങ്കാല മഹോത്സവ ചടങ്ങുകൾക്ക് ശ്രീരാമദാസ് ആശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ കൃഷ്ണാനന്ദ സരസ്വതി കാർമ്മികത്വം വഹിച്ചു. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരയടുപ്പിൽ മേൽശാന്തി അഗ്നി പകർന്ന സമയത്ത് തന്നെയാണ് മുംബൈയിലെ പൊങ്കാല മഹോത്സവങ്ങളിലും തിരിതെളിയിച്ചത്. സംസ്കാരത്തിൻ്റെയും ശക്തിയുടെയും മേന്മയുടെയും ഐകമത്യത്തിൻ്റെയും ആയ ഈ പൊങ്കാല നിങ്ങൾ എല്ലാവർക്കുമായിട്ട് അതിൻ്റെ അറിവ് വീതിച്ചു കൊടുക്കണമെന്നും ഭാരതത്തിന് SNDP യോഗം അമൃതാശാഖയിലെ വനിതാ വിഭാഗവും യൂത്ത് വിങ്ങുമാണ് 2 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ഏകോപനം നിർവഹിച്ചത്. ശാഖാ പ്രസിഡന്റ് MP അജയ്കുമാർ പറയുന്നു. ഞങ്ങളുടെ വനിതാ വിങ്ങിന്റെ വനിതാ ശക്തി ഒന്നുകൊണ്ടും ഞങ്ങളുടെ കൂട്ടായ്മ ഒന്നുകൊണ്ടുമാണ് ഇത്രയും ഞങ്ങൾക്ക് ഭംഗിയാക്കി തീർക്കാൻ കഴിയുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുവാൻ കഴിയാത്ത ഭക്തർക്ക് നഗരത്തിൽ സംഘടിപ്പിച്ച പൊങ്കാല മഹോത്സവങ്ങൾ അനുഗ്രഹമായി. 3 വർഷം ഞാൻ ആറ്റുകാലിൽ പോയി പൊങ്കാലയിട്ടു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതര ഭാഷക്കാരടങ്ങുന്ന ഭക്തരാണ് ഇക്കുറിയും പൊങ്കാല സമർപ്പിക്കാനെത്തിയത്. என்னைக்குலேருந்து இந்த பொங்கல் ஸ்டார்ட் பண்ணணும், அன்னைக்குலேருந்து எந்த எல்லாம் க்ரோத் ஆகினேக்குது, பாசிட்டிவ் லைஃப்லக்கும் இருக்குது. அதுக்காக தான் நான் ஹர் வருஷம் டைம் எடுத்து நான் இங்கே பொங்கல் பண்ணதுக்கு வரேன். പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഉത്തമം. ഇപ്രകാരമുള്ള തിളച്ചുമറയിൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. ഒരു ജോലി കിട്ടാനായിട്ട് ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നു. വനിതകൾ മാത്രം പങ്കെടുത്ത ആചാരങ്ങളോട് കൂടിയ മഹോത്സവം ആഘോഷങ്ങളുടെ നഗരത്തിനും വേറിട്ട അനുഭവമായി. എല്ലാ വർഷവും അമ്മയാണ് പൊങ്കാല ഇടാറ്. പക്ഷെ ഈ വർഷം അമ്മയ്ക്ക് ഹെൽത്തിന് കുറച്ച് കുഴപ്പമുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ എന്റെ പ്രാർത്ഥന അമ്മയുടെ ഹെൽത്ത് എത്രയും പെട്ടെന്ന് നല്ലവണ്ണം എന്നാണ്. ഇത്തവണയും മനം നിറഞ്ഞ പുണ്യാനുഭവമായാണ് ഇതര ഭാഷക്കാരടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാല സമർപ്പിച്ച് മടങ്ങിയത്. ആറ്റുകാലമ്മയുടെ സന്നിധി തേടി അലിവോടെ കരുണയോടെ ആറ്റുകാലമ്മ പൊൻപ്രഭയും പുഞ്ചിരിയും